ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ചിൽഡ്രൻസ് ഡേ സ്പെഷ്യൽ ഈവനിങ് ആക്ടിവിറ്റീസ് കണ്ടാലോ? ഈവനിങ് ആക്ടിവിറ്റീസിൽ ഗെയിംസ് ആണ് വരുന്നത്. കീ സ്റ്റേജ് വൈസ് നമ്മൾ സ്റ്റുഡൻസിനെ ഗ്രൂപ്പ് തിരിച്ച് ഓരോ ഗ്രൂപ്പിനും പല പല ഗെയിംസ് നമ്മൾ അലോട്ട് ചെയ്ത് കൊടുക്കും. സ്റ്റുഡൻസ് വരുന്നതിന് മുന്നേ തന്നെ ഗെയിംസിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നമ്മൾ ഓൾമോസ്റ്റ് ചെയ്തു വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ സ്റ്റുഡൻസിനെ നോക്കാൻ വേണ്ടി ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ എൻ്റെ ക്യാമറ കണ്ടുകൊണ്ട് ഓടുന്ന രംഗമാണ് നിങ്ങൾ ഈ കാണുന്നത്. 3 കീ സ്റ്റേജാണ് മൊത്തത്തിലുള്ളത്. ഓരോ കീ സ്റ്റേജിനും അവരുടെ ഏജിന് പറ്റുന്ന പോലത്തെ ഗെയിംസ് നമ്മൾ അലോട്ട് ചെയ്ത് കൊടുക്കും. ഗെയിംസ് ഒക്കെ വളരെ ഫണ്ണാണ്. കുട്ടികളും പേരൻസും ടീച്ചേഴ്സും എല്ലാം ഒരേപോലെ എൻജോയ് ചെയ്യും. ഓരോ കീ സ്റ്റേജിനെയും കുട്ടികളുടെ എണ്ണം അനുസരിച്ച് 3ഓ 4ഓ ആയിട്ട് തരം തിരിച്ച് ഓരോ ഗ്രൂപ്പിനും ഓരോ ടീച്ചേഴ്സിനെ അസൈൻ ചെയ്ത് കൊടുക്കും. ആൻഡ് ആ ടീച്ചേഴ്സാണ് ആ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്. അവരെ മാനേജ് ചെയ്യാനും അവർക്ക് വേണ്ട സമയത്ത് സാധനങ്ങൾ സപ്ലൈ ചെയ്യാനും അവരുടെ കൂട്ടത്തിൽ തന്നെ ടീച്ചേഴ്സ് കാണും. ഇന്നലെ നൈറ്റ് തന്നെ ഗെയിംസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എല്ലാ ടീച്ചേഴ്സിനും ഗെയിംസിനെ പറ്റി വ്യക്തമായ ഒരു ധാരണ കാണും. എല്ലാ വർഷവും ഇതുപോലെ ഗെയിംസ് നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. 2-3 ദിവസമായിട്ട് നല്ല മഴക്കാറുണ്ടായിരുന്നു. സോ മഴ പെയ്യുമോ എന്നുള്ളതായിരുന്നു ഏക ആശങ്ക. എന്താണേലും മഴയൊന്നും പെയ്തില്ല. എല്ലാം വളരെ ഭംഗിയായിട്ട് നടന്നു. നമ്മുടെ ഈവനിങ് ആക്ടിവിറ്റീസിൻ്റെയും എല്ലാ ഗെയിംസിൻ്റെയും ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണേണ്ടവർക്ക് യൂട്യൂബ് ചാനൽ കയറി അത് കാണാവുന്നതാണ്. കുട്ടികളെല്ലാം തന്നെ ഈവനിങ് ആക്ടിവിറ്റീസിൽ ഗെയിംസ് നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. ഈ ഗെയിംസിൻ്റെ എല്ലാം ഹൈലൈറ്റ് അവസാനം ഉണ്ടായിരുന്ന വടംവലിയിലായിരുന്നു. കീ സ്റ്റേജ് 2-ലുള്ള സ്റ്റുഡൻസാണ് ഏറ്റവും നന്നായിട്ട് വടംവലിയിൽ പെർഫോം ചെയ്തത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ചിൽഡ്രൻസ് ഡേ ഈവനിങ് ആക്ടിവിറ്റീസ് വിശേഷങ്ങൾ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നിടം വരെ ബൈ.